എന്താണ് പണവും ബാങ്കിങ്ങും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും ചോദിക്കും. ആ ചോദ്യം വന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള പോയിന്റ് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബാർട്ടർ സമ്പ്രദായം. ആദ്യ കാലങ്ങളിൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്? ബാർട്ടർ സമ്പ്രദായം. ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ആവശ്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാതിരിക്കൽ. അതായത് ഡബിൾ കോയിൻസിഡൻസ് സംഭവിക്കണം. ഇപ്പം നമ്മളൊരു സാധനം കൊടുക്കാൻ വേണ്ടി പോവാണ്, അയാൾക്കും അതേ സാധനം തന്നെ വേണം, അതേപോലെ തന്നെ നമുക്ക് അയാളുടെ സാധനവുമായിട്ട് പൊരുത്തപ്പെടണം. ഇപ്പം നമ്മൾ കോഴി മേടിക്കാൻ വേണ്ടി പോവാണ്, നമുക്ക് വേണ്ടത് മുട്ടയാണെന്ന് വിചാരിക്കുക, അയാളുടെ അടുത്ത് കോഴി ഉണ്ടാവണം, അതേപോലെ തന്നെ നമ്മളുടെ മുട്ട അവർക്ക് ആവശ്യമായിട്ടും വരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നം വരും, ഡബിൾ കോയിൻസിഡൻസ് വേണം. അപ്പോൾ അത് വളരെ വലിയൊരു പോരായ്മയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, പൊതുമൂല്യ അളവിന്റെ അഭാവം. ഇതിൽ മാനദണ്ഡം നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഓരോ സാധനത്തിനും ഓരോ അളവായിരിക്കും, ഓരോ മൂല്യമായിരിക്കും. അപ്പോൾ ഒരിക്കലും 10 രൂപ കൊടുത്തിട്ട് 10 രൂപയുടെ സാധനം മേടിക്കുന്ന പോലെയുള്ള ഒരു സംഭവം ഇവിടെ പറ്റില്ല. അടുത്ത, മൂല്യശേഖരത്തിന്റെ അഭാവം. മൂല്യശേഖരത്തിന്റെ അഭാവം, അതായത് ഇത് ശേഖരിച്ചു വെക്കുന്നത്, ഇപ്പോൾ പൈസയോ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ശേഖരിച്ചു വെക്കുന്നത് അത്ര പ്രയാസമേറിയിട്ടുള്ള സംഭവമല്ല. പക്ഷെ ഇത് പെട്ടെന്ന് കേടുവരും. മൂല്യശേഖരത്തിന്റെ അഭാവം. അതേപോലെ തന്നെ ഭാവിയിലെ അടവിന്റെ മാനദണ്ഡമില്ലായ്മ. ഇപ്പൊ നമ്മൾ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ചക്കയാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കുക, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ചക്ക കൊടുത്താൽ പോരാ, ചിലപ്പോൾ 1.5 1.25 കൊടുക്കേണ്ടി വരും, ഇൻഫ്ലേഷൻ കാരണം കൊണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഭാവിയിലെ അടവിന്റെ മാനദണ്ഡം ഇല്ലായ്മ അവിടെ വലിയൊരു പ്രശ്നമാണ്. അടുത്ത, വിഭജന പ്രശ്നം. ചിലപ്പോൾ സാധനങ്ങൾ മുറിക്കേണ്ടി വരും. അപ്പോൾ കോഴിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പകുതി കോഴി കൊടുക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ വിഭജന പ്രശ്നം വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ആവശ്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാതിരിക്കൽ, അതേപോലെ തന്നെ പൊതുമൂല്യ അളവിന്റെ അഭാവം, മൂല്യശേഖരത്തിന്റെ അഭാവം, ഭാവിയിലെ അടവിന്റെ മാനദണ്ഡമില്ലായ്മ, വിഭജന പ്രശ്നം. നോക്കുക, എന്താണ് പണം? ഇതുകൊണ്ടൊക്കെയാണ് പണം വന്നത്. പണം എന്താണ്? പണം പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം. മണി ഈസ് വാട്ട് മണി ഡസ് എന്നാണ് പ്രൊഫസർ എഫ് എ വാക്കർ പറഞ്ഞിരിക്കുന്നത്. ആരാണ്? പ്രൊഫസർ എഫ് എ വാക്കർ പറഞ്ഞിരിക്കുന്നത്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. പണത്തിന്റെ ധർമ്മങ്ങളെ നമുക്ക് 4ആയി തരംതിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ഒന്ന്, മാധ്യമം. രണ്ടാമത്തത് മാപിനി. മൂന്നാമത്തത് മാനദണ്ഡം. നാലാമത്തത് സഞ്ചയം. ഒന്നുകൂടെ പറയാ, മാധ്യമം, മാപിനി, മാനദണ്ഡം, സഞ്ചയം. അപ്പോൾ ഇത് എന്താണ് എന്ന് പറഞ്ഞിട്ട് ഈ പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ, വിനിമയ മാധ്യമം. അതായത് നമ്മുടെ കൈവശമുള്ള സാധനങ്ങൾ വിറ്റ് പണമാക്കുകയും ആ പണം ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. അതിനാൽ വിനിമയത്തിനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് പണം, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക എന്തുകൊണ്ട്? പണം കൊണ്ട്. അടുത്ത, മൂല്യത്തിന്റെ അളവ്. ഇപ്പൊ നമ്മളൊരു പേനയുടെ വില എത്ര, അല്ലെങ്കിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പണത്തിന്റെ ബേസിലാണ് പറയുന്നത്, കറൻസിയുടെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ മൂല്യത്തിന്റെ അളവാണ്. സാധന സേവനങ്ങളുടെ മൂല്യം പണത്തിന്റെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്നു. ഇപ്പൊ ഡോക്ടർക്ക് എത്രയാണ് ചാർജ് അല്ലെങ്കിൽ ഫീസ് എന്ന് നമ്മൾ ചോദിക്കില്ലേ, അപ്പൊ അത് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാ? പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയാ. അടുത്ത, മൂല്യശേഖരം, എ സ്റ്റോർ ഓഫ് വാല്യൂ. അതായത് പണത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സാധനങ്ങളായിട്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ഇത് വളരെയധികം പ്രയാസമുള്ളതാണ്, ഒരുപാട് സ്ഥലം പോവും, കേടുവരുകയും ചെയ്യും. പക്ഷെ പണത്തിന്റെ വരവോടുകൂടി സമ്പത്ത് പണമായി സൂക്ഷിക്കാൻ കഴിയുന്നു. അങ്ങനെ പണം മൂല്യത്തിന്റെ സംഭരണിയാവുന്നു. ഇത് കൂടാതെ ഒരു വ്യക്തിക്ക് അയാളുടെ സ്വത്ത് പണമായി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയും. ഇപ്പൊ ഒരു വീടാണ്, വീട് നമ്മൾ മാറുകയാണ്, അപ്പോൾ വീട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പകരം വീട് വിറ്റിട്ട് ആ പൈസ നമ്മൾ എടുക്കുകയാണ്, നേരെ വേറൊരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു വീട് വെക്കാൻ പറ്റും അതേ പൈസയും കൊണ്ട്. അതാണ് മൂല്യശേഖരം എന്ന് പറയുന്നത്. അടുത്ത, ഭാവിയിലെ അടവിന്റെ മാനദണ്ഡം. കടം കൊടുക്കലും തിരികെ വാങ്ങലും പണത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താൻ കഴിയുന്നു. ബാർട്ടർ സമ്പ്രദായത്തിൽ ഇതിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ഭാവിയിലെ അടവിന്റെ മാനദണ്ഡമായത് പണം, പണം വന്നതിന് ശേഷമാണ് അത് വളരെ എളുപ്പമുള്ളതായിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ഇതാണ് പണം. പണത്തിന്റെ ധർമ്മങ്ങൾ, 4 ധർമ്മങ്ങൾ. ഒന്ന് മാധ്യമം, 2 മാപിനി എന്ന് പറയുമ്പോൾ യൂണിറ്റ്. ഓക്കെ, അടുത്ത മാനദണ്ഡം, അതേപോലെ തന്നെ 4ാമത്തെ സഞ്ചയം. അടുത്ത, പണത്തിനുള്ള ഡിമാൻഡ്. പണത്തിനുള്ള ഡിമാൻഡ് വളരെ സിമ്പിളാണ്. പണം കൈവശം വെക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെയാണ് പണത്തിനുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത്. ജനങ്ങള് പണം ഡിമാൻഡ് ചെയ്യുന്നത്. പണം ഒരു ആസ്തിയാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പണം ഒരു ആസ്തിയാണ്. ഇത് എല്ലാവർക്കും സ്വീകാര്യമാണ്. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി എന്ന് പറഞ്ഞു വെച്ചാൽ പണം കൊടുത്തു എന്ന് പറഞ്ഞു വെച്ചാൽ അവരെന്തായാലും സ്വീകരിക്കും. കാരണം അതിൽ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് വളരെ എളുപ്പത്തിൽ മറ്റ് സാധനങ്ങളും സേവനങ്ങളുമാക്കി മാറ്റാൻ കഴിയും. പണമാണ് ഏറ്റവും ദ്രവ്യത്വമുള്ള ആസ്തി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിക്വിഡ് അസറ്റ് ആണ്. ലിക്വിഡ് അസറ്റ് ആണ്. എന്താണ് ദ്രവ്യത്വം എന്ന് പറയുന്നത്? ഒരു ആസ്തിയെ എത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് പണമാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ളതാണ് ദ്രവ്യത്വം എന്ന് പറയുന്നത്. പണം കൈവശം വെക്കുന്നതിനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്നു. ലിക്വിഡിറ്റി പ്രിഫറൻസ് അല്ലെങ്കിൽ ദ്രവ്യത്വ അഭിലാഷം എന്ന് പറയുന്നു. ഇപ്പൊ 2 രീതിയിലാണ് ഇതിന് പ്രേരകമായിട്ട് വരിക. മോട്ടീവ് 2 രീതിയിലാണ്. ഒന്ന് കൈമാറ്റ പ്രേരകം, രണ്ടാമത്തത് ഊഹക്കച്ചവടം. വളരെ സിമ്പിളാണ്. കൈമാറ്റ പ്രേരകം എന്ന് പറയുമ്പോൾ ദൈനംദിന ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ജനങ്ങൾ പണം കൈവശം സൂക്ഷിക്കുന്നതിനെയാണ് കൈമാറ്റ പ്രേരകം എന്ന് പറയുന്നത്. അതായത് ദൈനംദിന ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഡെയിലി ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഇപ്പം എന്തെങ്കിലും സാധനം വാങ്ങുന്നു, കടയിൽ പോകുന്നു, അതിനൊക്കെ വേണ്ടിയിട്ട് പൈസ നമ്മൾ കൈവശം വയ്ക്കും. രണ്ടാമത്തത് ഊഹക്കച്ചവടം. ഭൂമി, സ്വർണം, കടപ്പത്രം, ഷെയർ, ബോണ്ടുകൾ തുടങ്ങിയ ആസ്തികളുടെ വില ഭാവിയിൽ വർദ്ധിക്കുമെന്ന് കരുതി അവ വാങ്ങുകയും വില ഉയർന്നിരിക്കുമ്പോൾ ഭാവിയിൽ അവയുടെ വില കുറയുമെന്ന് പ്രതീക്ഷയിൽ വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ വില പെട്ടെന്ന് കൂടുകയാണ്, നമ്മളൊരു ഷെയർ ഒക്കെ വാങ്ങി അതിന്റെ വില ഏറ്റവും മാക്സിമം എത്തിക്കഴിഞ്ഞ് ഇനി ഇത് കുറയാൻ വേണ്ടി പോകണം, അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് വിൽക്കുക. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ഊഹക്കച്ചവടം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഊഹക്കച്ചവടം ചെയ്യുന്നതിനാണ് പണം കൈവശം വയ്ക്കുന്നതിനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തെ ഊഹക്കച്ചവട ഡിമാൻഡ്, അതായത് ഇങ്ങനത്തുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി നമ്മൾ കൈവശം വെക്കുന്നതിനെ ഊഹക്കച്ചവടം എന്നും, നമ്മൾ ഡേ ടു ഡേ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി കൈമാറ്റ പ്രേരകം എന്ന് പറയുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള പ്രേരകമാണ് പൈസ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഇനി എന്താണ് ലിക്വിഡിറ്റി ട്രാപ്പ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളുമാണ്. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ ഞാൻ വളരെ സിമ്പിളായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. പലിശ നിരക്കും ബോണ്ടിന്റെ വിലയും തമ്മിൽ വിപരീത ബന്ധമാണുള്ളത്. വിപരീത ബന്ധം പറയുമ്പോൾ പലിശ നിരക്ക് കൂടുമ്പോൾ ബോണ്ടിന്റെ വില കുറവായിരിക്കും. അതേപോലെ തന്നെ പലിശ നിരക്ക് കുറയുമ്പോൾ ബോണ്ടിന്റെ വില എന്തായിരിക്കും? കൂടുതലായിരിക്കും. നേരെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നോക്കുക, പലിശ നിരക്ക് കൂടുമ്പോൾ ഭാവിയിൽ പലിശ നിരക്ക് കുറയുമെന്ന് ഊഹിച്ച് ഇപ്പോൾ കൂടുതലുള്ള ബോണ്ട് എന്ത് ചെയ്യും? വാങ്ങും. അതുമൂലം ഊഹക്കച്ചവടത്തിനുള്ള പണത്തിന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ നോക്കുക, ഇതിങ്ങനെ അവിടെ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പഠിക്കേണ്ടത് ഈ ഒരു പോയിന്റ് മാത്രമാണ്. ബാക്കിയുള്ള ജസ്റ്റ് നിങ്ങൾ അറിയണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതായത് ഈ പറയാൻ പോണാണ് വളരെ ഇമ്പോർട്ടന്റ്. പലിശ നിരക്ക് മിനിമം ആയിരിക്കുമ്പോൾ, പലിശ നിരക്ക് മിനിമം ആയിരിക്കുമ്പോൾ, പലിശ നിരക്ക് മിനിമം ആയിരിക്കുമ്പോൾ, റേറ്റ് മിനിമം ആയിരിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, ഊഹക്കച്ചവടത്തിനായി പണം അനന്തമായി കൈവശം വെക്കുന്ന ആഗ്രഹത്തെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുക. അതായത് ആർ മിനിമം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മിനിമം ആയിരിക്കുമ്പോൾ നോക്കുക, ഡിമാൻഡ് ഫോർ മണി, ഓക്കെ, ഊഹക്കച്ചവടത്തിനുള്ള ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? ഇൻഫിനിറ്റിയിലേക്ക് പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ലിക്വിഡിറ്റി ട്രാപ്പ്. എന്താണ് പറയുക? ലിക്വിഡിറ്റി ട്രാപ്പ്, ലിക്വിഡിറ്റി ട്രാപ്പ്. എല്ലാവരും ഊഹക്കച്ചവടത്തിന് വേണ്ടിയിട്ട് പൈസ എടുത്തു വെക്കും. എല്ലാവരും ഊഹക്കച്ചവടത്തിന് വേണ്ടിയിട്ട് പൈസ എടുത്തു വെക്കും. ആരും കമ്പോളത്തിൽ അത് ഇറക്കുന്നില്ല. അപ്പോ പൈസ കമ്പോളത്തിൽ ഇല്ല. ലിക്വിഡ് ആയിട്ടുള്ള മണി കമ്പോളത്തിൽ ഇല്ല, അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള സംഭവം കമ്പോളത്തിൽ ഇല്ല. അപ്പോൾ ആർ മിനിമം ആയിരിക്കുമ്പോൾ, ഇത്രയേ ഉള്ളൂ, ആർ മിനിമം ആയിരിക്കുമ്പോൾ എല്ലാവരും പൈസ എന്ത് ചെയ്യും? കയ്യിൽ വെക്കും. ഭാവിയിൽ വാങ്ങാം, ഇത് റേറ്റ് കൂടുമ്പോൾ നമുക്കത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവും. എല്ലാവരും പൈസ കൈവയ്ക്കും. ആരും കമ്പോളത്തിൽ ഇറക്കില്ല. ഇതിനെ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ലിക്വിഡിറ്റി ട്രാപ്പ്. അടുത്ത പണത്തിന്റെ സപ്ലൈ, പണത്തിന്റെ സപ്ലൈ. അപ്പൊ പണത്തിന്റെ സപ്ലൈ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ, സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ക്രയശേഷിയാണ് പണ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവും. നിശ്ചിത സമയത്ത് പൊതുജനങ്ങൾ, വ്യാപാരികൾ, സ്ഥാപനങ്ങൾ മുതലായ ഇടപാട് നടത്തുന്നതിനായി കൈവശം വയ്ക്കുന്ന പണത്തിന്റെ മൊത്തം അളവാണ് പണത്തിന്റെ സപ്ലൈ, മൊത്തം പൈസ. എന്നാൽ ഗവൺമെന്റ് ട്രഷറി, കേന്ദ്ര ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന പണം, RBI സൂക്ഷിച്ചിരിക്കുന്ന പണം, കേന്ദ്ര ബാങ്കിന്റെ കൈവശമുള്ള വാണിജ്യ ബാങ്കുകളിലെ കരുതൽ ധനം ഇതൊന്നും എന്തിൽ ഉൾപ്പെടുത്തില്ല? പണത്തിന്റെ സപ്ലൈയിൽ ഉൾപ്പെടുത്തില്ല. നമ്മുടെ കമ്പോളത്തിലുള്ള പണത്തിന് പറയുന്ന പേരാണ് പണത്തിന്റെ സപ്ലൈ. നോക്കുക,
പണ സപ്ലൈ ഇന്ത്യയിൽ 4 രീതിയിലാണ് കണ്ടുപിടിക്കുക. ഇത് ഏത് വർഷം മുതൽ എന്നൊക്കെ ചോദിക്കും, ശ്രദ്ധിക്കുക. 1977 മുതൽ RBI ഇന്ത്യയിൽ പണ സപ്ലൈയെ 4 അളവുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. M1, M2, M3, M4 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, M1 എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെ കയ്യിലുള്ള കറൻസി CU പ്ലസ് DD, ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ബാങ്കിൽ നമ്മൾ ഇട്ടുവെച്ചിരിക്കുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ M1 സമം CU പ്ലസ് DD, ഇത്രയേ ഉള്ളൂ. അടുത്ത M2 സമം M1, നമ്മൾ നേരത്തെ പറഞ്ഞ CU പ്ലസ് DD എന്നുള്ള സംഭവം, പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സേവിങ്സ് ഡെപ്പോസിറ്റുകൾ. എന്താണ്? പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സേവിങ്സ് ഡെപ്പോസിറ്റുകൾ. ഇനി ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. M1, M2 എന്നിവയെ നാരോ മണി എന്ന് പറയുന്നു, സങ്കുചിത പണം എന്ന് പറയുന്നു. ഏറ്റവും ദ്രവ്യത്വമുള്ളത്, ലിക്വിഡ് ആയിട്ടുള്ളത് M1 ആണ്. ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത് M1 ആണ്. അത് നിർബന്ധമായും പഠിച്ചു വെക്കുക. ഈ പോയിന്റുകളൊക്കെ നിർബന്ധമായും പഠിച്ചു വെക്കണം, എഴുതി വെക്കണേ. ഓക്കെ, അടുത്തത് എന്താണ് M3 എന്ന് പറയുമ്പോൾ? എന്താണ് M3? M1 പ്ലസ് CU പ്ലസ് DD, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, പ്ലസ് ബാങ്കുകളിൽ അറ്റ കാലാവധി നിക്ഷേപങ്ങൾ, നെറ്റ് ടൈം ഡെപ്പോസിറ്റ്. ഒരു ടൈമിന് വെച്ച് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യില്ല, 5 വർഷം 10 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട്, അറ്റ കാലാവധി ഡെപ്പോസിറ്റ് M3. അടുത്തത് എന്താണ് M4? ശ്രദ്ധിക്കുക, M3 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷനിലെ ആകെ ഡെപ്പോസിറ്റുകൾ. അതായത് M4 എന്ന് പറയുന്നത് M3 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷനിലെ ആകെ ഡെപ്പോസിറ്റുകൾ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ M3, M4 എന്നിവയെ വിശാല പണം, ബ്രോഡ് മണി എന്നാണ് പറയുക. M3, M4 എന്നിവയെ വിശാല പണം അല്ലെങ്കിൽ ബ്രോഡ് മണി എന്നാണ് പറയുക. M1, M2ന് സങ്കുചിത പണം അല്ലെങ്കിൽ നാരോ മണി എന്ന് പറയുന്നു. ഏറ്റവും ദ്രവ്യത്വമുള്ളത് M1, അതേപോലെ തന്നെ ഏറ്റവും ദ്രവ്യത്വം കുറഞ്ഞത്, ലിക്വിഡിറ്റി കുറഞ്ഞത് M3. തെറ്റിക്കരുത്, M3. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണ സപ്ലൈയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും M3 ആണ് കണക്കാക്കുന്നത്. M3 എന്ന് പറയുമ്പോൾ CU പ്ലസ് DD പ്ലസ് ബാങ്കുകളിലെ അറ്റ കാലാവധി നിക്ഷേപങ്ങൾ. അതാണ് ഏത് M3 എന്ന് പറയുന്നത്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ M1 പ്ലസ് ബാങ്കുകളിലെ അറ്റ കാലാവധി നിക്ഷേപങ്ങൾ. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ നാണയ വ്യവസ്ഥ, ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ നാണയ വ്യവസ്ഥ, ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാ നിങ്ങൾക്ക് അറിയാം, RBI ആണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ട് ഒഴികെ മുഴുവൻ കറൻസിയും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. ഒരു രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പിനാണ്. എന്നിരുന്നാലും നാണയങ്ങളുടെയും കറൻസി നോട്ടുകളുടെയും വിതരണത്തിന്റെ ഉത്തരവാദിത്തം, തെറ്റിക്കരുത്, ഇത് അതേപോലെ ചോദിക്കും, കറൻസികളുടെയും നാണയങ്ങളുടെയും വിതരണത്തിന്റെ ഉത്തരവാദിത്തം RBIക്കാണ്. അതായത് 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യ വകുപ്പാണ്. പക്ഷേ അതിന്റെ വിതരണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? RBIക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? വെറുതെ ഇങ്ങനെ കുറെ നോട്ടുകൾ അച്ചടിച്ചിറക്കുകയാണോ? മിനിമം റിസർവ് സിസ്റ്റം എന്ന സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. മാർക്ക് ചെയ്യുക, മിനിമം റിസർവ് സിസ്റ്റം. ഒരു നിശ്ചിത അളവ് സ്വർണമോ കടപ്പത്രങ്ങളോ കരുതലായി റിസർവ് ചെയ്ത് സൂക്ഷിച്ചുകൊണ്ടാണ് കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ അച്ചടിച്ചിറക്കുകയല്ല. ഒരു നിശ്ചിത അളവ് സ്വർണം അല്ലെങ്കിൽ കടപ്പത്രം ഇത് കരുതലായിട്ട് റിസർവ് ആയിട്ട് വെച്ചിട്ടാണ് നോട്ട് അച്ചടിച്ചിറക്കുന്നത്. ഇനി പണ സപ്ലൈ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്ന് വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളുടെ ഒരു ഭാഗം ബാങ്കുകൾ റിസർവ് ആയിട്ട്, കരുതൽ ധനമായിട്ട് സൂക്ഷിക്കും. ഈ കരുതൽ ധനവും മൊത്തം ഡെപ്പോസിറ്റും തമ്മിലുള്ള അനുപാതമാണ് റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ അല്ലെങ്കിൽ RDR. അതായത് ബാങ്കുകൾ കരുതൽ ധനമായി സൂക്ഷിക്കുന്ന പണം ഉണ്ടാവും, റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്ന പണം ഉണ്ടാവും, ബാങ്കുകളിലെ മൊത്തം ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഈ തമ്മിലുള്ള റേഷ്യോ ആണ്. നോക്കുക, RDR സമം കരുതൽ ധനം ഡിവൈഡഡ് ബൈ മൊത്തം ഡെപ്പോസിറ്റ്. ബാങ്കുകൾ കുറച്ച് കരുതൽ ധനത്തിൽ ഇട്ട് വയ്ക്കും, അതേ ഡിവൈഡഡ് ബൈ മൊത്തം ഡെപ്പോസിറ്റ്. മൊത്തം എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്? R/DD ആണ് എന്ത്? റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. വാണിജ്യ ബാങ്കുകളുടെ കരുതൽ ധനത്തിന് 2 ഭാഗങ്ങളുണ്ട്.
വോൾട്ട് ക്യാഷും അതേപോലെ തന്നെ ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കുന്ന കരുതൽ ധന അനുപാതവും. അതായത് ഈ കരുതൽ ധനം എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ SBIയിലുള്ള കരുതൽ ധനം അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. കുറച്ചെണ്ണം വോൾട്ട് ക്യാഷ് അവരവിടെ സൂക്ഷിക്കും, വേറത് കുറച്ചെണ്ണം എവിടെ സൂക്ഷിക്കും? RBIയിൽ സൂക്ഷിക്കും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കറൻസി ഡെപ്പോസിറ്റ് അനുപാതം. CDR. ഒരു സമ്പദ് വ്യവസ്ഥയിൽ പൊതുജനങ്ങൾ തങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്ന കറൻസിയുടെ അളവും ബാങ്കുകളിൽ അവരുടെ ഡെപ്പോസിറ്റും തമ്മിലുള്ള അനുപാതമാണ് കറൻസി ഡെപ്പോസിറ്റ് അനുപാതം. വളരെ സിമ്പിളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 10 രൂപ കയ്യിൽ വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ 100 രൂപ ബാങ്കിൽ ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ 10/100 എത്ര വരിക? 0.1 ആണ് അപ്പോൾ അവിടെ CDR ആയിട്ട് വരിക. ഇത്രയേ ഉള്ളൂ. കറൻസി ഡിവൈഡഡ് ബൈ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് DD. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയും നോക്കുക. അപ്പോൾ ഉത്സവങ്ങൾ വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വിവാഹം വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷം വരികയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ കറൻസി കൂടുതൽ നമ്മൾ വെക്കില്ലേ, ബാങ്കിൽ നിന്ന് നമ്മൾ പൈസ പിൻവലിക്കില്ലേ. ആ സമയത്ത് CDR എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. കാരണം കറൻസി ഡിവൈഡഡ് ബൈ ബാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന CU ഡിവൈഡ് ബൈ DD ആണല്ലോ CDR എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉത്സവ സമയത്തും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ CDR എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മൾ പെട്ടെന്ന് അതിനെ എന്താക്കി മാറ്റും? കറൻസി ആക്കി മാറ്റും. അടുത്തത് ഹൈ പവേർഡ് പണം, ഹൈ പവേർഡ് മണി. ഹൈ പവേർഡ് മണി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. H സമം CU പ്ലസ് R. അതായത് ഹൈ പവേർഡ് പണം സമം കറൻസി നാണയങ്ങൾ, കമ്പോളത്തിൽ കിടന്ന് കളിക്കുന്ന കറൻസി നാണയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സംഭവം പ്ലസ് റിസർവ്. ഇതിനെയാണ് മൊത്തം പണം എന്ന് പറയുക. പൊതുജനങ്ങളുടെ കൈവശമുള്ള കറൻസി നാണയങ്ങളും വാണിജ്യ ബാങ്കുകളുടെ വോൾട്ട് ക്യാഷും ഇതിൽ ഉൾപ്പെടും. കേന്ദ്ര ബാങ്കിലുള്ള ഗവൺമെന്റിന്റെയും വാണിജ്യ ബാങ്കുകളുടെയും കരുതൽ ധനവും ഇതിൽ ഉൾപ്പെടുന്നു. അതായത് ഹൈ പവേർഡ് മണി എന്ന് പറഞ്ഞു വെച്ചാൽ H ആണ്. അത് മൊത്തം പണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക? കണക്കാക്കുക. ഒരു രാജ്യത്തെ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിന്റെ മൊത്തം ബാധ്യതയാണ് ഏത്? ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. H സമം കറൻസി പ്ലസ് റിസർവ്. അടുത്ത പണ ഗുണകം, മണി മൾട്ടിപ്ലയർ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ശേഖരവും M ഡിവൈഡഡ് ബൈ ഹൈ പവേർഡ് പണത്തിന്റെ ശേഖരവും തമ്മിലുള്ള അനുപാതത്തെയാണ് പണ ഗുണകം എന്ന് പറയുന്നത്. M/H. എപ്പോഴും ഈ പണഗുണകം അല്ലെങ്കിൽ മണി മൾട്ടിപ്ലയർ അതിന്റെ മൂല്യം 1ൽ കൂടുതലായിരിക്കും. ഇത് മാർക്ക് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതേപോലെ ചോദിക്കും. ഓക്കെ, അപ്പോൾ മണി മൾട്ടിപ്ലയറിന്റെ വാല്യൂ എപ്പോഴും എന്തിൽ കൂടുതലായിരിക്കും? 1ൽ കൂടുതലായിരിക്കും. ഇനി രണ്ട് ഘടകങ്ങളാണ് അതിനെ സ്വാധീനിക്കുക, CDRഉം RDRഉം. രണ്ടും നമ്മൾ പറഞ്ഞല്ലേ. എന്താണ് RDR എന്ന് പറയുമ്പോൾ? അതായത് ഒരു വാണിജ്യ ബാങ്കിൽ കരുതൽ ധനമായിട്ട് സൂക്ഷിക്കുന്നത് ഡിവൈഡഡ് ബൈ മൊത്തം ഡെപ്പോസിറ്റ്. എന്താണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ? അതായത് ഒരാൾ കൈവശം വെക്കുന്ന അല്ലെങ്കിൽ വ്യക്തികൾ കൈവശം വെക്കുന്ന കറൻസി ഡിവൈഡഡ് ബൈ ബാങ്കുകളിലെ ഡെപ്പോസിറ്റ്. ഇത്രയേ ഉള്ളൂ. M/H സമം 1 + CDR. മാർക്ക് ചെയ്യുക, 1 + CDR ഡിവൈഡഡ് ബൈ CDR പ്ലസ് RDR. M/H സമം 1 + CDR ഡിവൈഡ് ബൈ CDR പ്ലസ് RDR. നോക്കുക, CDR 0.8 അതേപോലെ തന്നെ RDR 0.5 ആണെങ്കിൽ ഈ പണഗുണകം ഒന്ന് കണക്കാക്കുക. മണി മൾട്ടിപ്ലയർ എത്രയെന്നൊന്ന് കണക്കാക്കുക. വളരെ സിമ്പിൾ അല്ലേ? വേഗം ചെയ്യുക കേട്ടോ. അതിൻ്റെ അവസാന ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത വാണിജ്യ ബാങ്കുകൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അതിലധികം പോയിന്റ് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വാണിജ്യ ബാങ്ക് എന്ന് പറയുമ്പോൾ നിക്ഷേപം സ്വീകരിക്കും, അതേപോലെ തന്നെ വായ്പ നൽകും. നിക്ഷേപങ്ങൾ ഒരുപാട് നിക്ഷേപമുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ATM സൗകര്യമുണ്ട്, ലോക്കർ സൗകര്യമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ SBI, കാനറ ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഏതിന് എക്സാമ്പിളാണ്? കമേഴ്ഷ്യൽ ബാങ്കിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത കേന്ദ്ര ബാങ്ക്, നമ്മുടെ അവസാനത്തെ ടോപ്പിക്. ഓരോ രാജ്യത്തിനും ഓരോ കേന്ദ്ര ബാങ്ക് ഉണ്ടായിരിക്കും. ആ രാജ്യത്തിന്റെ പണ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണിത്. ആ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് പൊതുജനക്ഷേമത്തിനായി പണത്തിന്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനമാണ് RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തൊക്കെ ചെയ്യുക? നോട്ട് ഇറക്കും. ഇഷ്യൂ ഓഫ് കറൻസി നോട്ട് ഇറക്കും. നമ്മൾ പറഞ്ഞു 1 രൂപ നോട്ടും നാണയവും അല്ലാത്തതൊക്കെ RBI ആണ് ഇറക്കുക. അടുത്ത ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ബാങ്കാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കാൻ പറ്റും, സർക്കാരിന് വേണ്ടി ഇടപാടുകൾ നടത്തും. ഇതെല്ലാം ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കും, ഉപദേശകനായിട്ട് പ്രവർത്തിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? RBI ആണ്. വിദേശ കറൻസികളുടെ ക്രയവിക്രയം നടത്തുന്നതും RBI ആണ്.
അടുത്ത ബാങ്കുകളുടെ ബാങ്ക്. കേന്ദ്ര ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. വാണിജ്യ ബാങ്കുകളുടെ ക്യാഷ് റിസർവിൽ ഒരു ഭാഗം കേന്ദ്ര ബാങ്ക് സൂക്ഷിക്കും. ഇപ്പൊ SBIയുടെ ഒരു ഭാഗമൊക്കെ RBIയിൽ സൂക്ഷിക്കും. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഹ്രസ്വകാല ഫണ്ടുകൾ നൽകുകയും കേന്ദ്രീകൃത പണം അടയ്ക്കലും നീക്കലും എല്ലാ സൗകര്യം ഇവർ ചെയ്തു കൊടുക്കും. ബാങ്കുകളുടെ ബാങ്കാണ് RBI. അടുത്ത വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ. വിദേശ നാണയത്തിന്റെയും സ്വർണത്തിന്റെയും കരുതൽ ശേഖരത്തിന്റെയും സൂക്ഷിപ്പുകാരനും കേന്ദ്ര ബാങ്കാണ്. അടുത്ത ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഏതൊരു വാണിജ്യ ബാങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ വായ്പയ്ക്കായി സമീപിക്കുക ആർക്കാണ്? RBIക്കാണ്. അത് അവസാനത്തെ ആശ്രയമാണ്. അതുകൊണ്ട് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നു. അടുത്ത പണ സപ്ലൈയുടെ നിയന്ത്രകൻ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും എല്ലാം ചെയ്യുന്നത്, വായ്പകളുടെ നിയന്ത്രകൻ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ നിയന്ത്രണവും ചെയ്യുന്നത്, പണലഭ്യത, പണത്തിന്റെ അളവ്, പലിശ നിരക്ക്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? RBI ആണ്. എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്, ശ്രദ്ധിക്കുക. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിന്റെ നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുക. RBI SBIക്ക് കടം കൊടുക്കുമ്പോൾ SBI തിരിച്ചടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന പേരാണ് ബാങ്ക് റേറ്റ്. ഇതാണ് ചോദിച്ചത്. പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കും. വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് അല്ലേ? പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കും. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാണ്. ഇത് ജസ്റ്റ് വായിച്ചു വിടണുള്ളൂ. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുക്കുക, അത് നിങ്ങൾ കാണുക. തന്മൂലം വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകുന്നതിന്റെ അളവ് കുറയ്ക്കും. നേരെ മറിച്ച് പണച്ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കും. അപ്പോൾ വാണിജ്യ ബാങ്കുകൾ കൂടുതൽ വായ്പ നൽകാൻ കഴിയും. അങ്ങനെ പണച്ചുരുക്കം ഒഴിവാക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മാത്രം പഠിച്ചു വയ്ക്കുക. ബാങ്ക് റേറ്റ് കൂട്ടുന്നത് ഇൻഫ്ലേഷൻ സമയത്താണ്. അപ്പോൾ SBI അവിടെ നിന്ന് RBI പൈസ എടുക്കില്ല. അല്ലെങ്കിൽ ഇവിടെ കറൻസി മാർക്കറ്റിൽ പൈസ കിടന്ന് കളിക്കുകയാണ്. ഇനി വീണ്ടും ആളുകൾക്ക് വായ്പ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്ത പണ സപ്ലൈ നിയന്ത്രിക്കുക. തുറന്ന വിപണി പ്രവർത്തനം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. കേന്ദ്ര ബാങ്ക് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. കടപ്പത്രം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ബോണ്ടുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. തുറന്ന വിപണി പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് ചോദിച്ചത്. പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ വിൽക്കും. ബാങ്കുകൾ ഇത് വാങ്ങും. അപ്പോൾ ബാങ്കുകൾക്ക് വായ്പ നൽകാനുള്ള ശേഷി കുറയും. കാരണം ആ പൈസ മുഴുവൻ അങ്ങോട്ട് ഊറ്റിയെടുക്കുകയാണ് RBI. കാരണം കടപ്പത്രം അവിടെ കൊടുക്കുകയാണ്, അവരുടെ പൈസ മേടിക്കുകയാണ്. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയുന്നു. അപ്പോൾ ബോണ്ടുകൾ ഒരുപാട് വിൽക്കും മാർക്കറ്റിൽ. നേരെ മറിച്ച് പണച്ചുരുക്ക സമയത്ത് കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ നിന്നും കടപ്പത്രങ്ങൾ വാങ്ങും. അപ്പോൾ ബാങ്കുകൾക്ക് കൂടുതൽ പണം ലഭിക്കുകയും വായ്പാ ശേഷി കൂടുകയും ചെയ്യും. സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കൂടും. രണ്ടും പഠിക്കുന്നതിന് പകരം ഇൻഫ്ലേഷൻ സമയത്തുള്ളത് മാത്രം പഠിച്ചു കേട്ടോ. നേരെ ഓപ്പോസിറ്റ് പണച്ചുരുക്ക സമയത്ത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചാൽ മതി. ഓക്കെ, അടുത്ത കരുതൽ ധന അനുപാതത്തിലെ മാറ്റം. എങ്ങനെയാണ് ചേഞ്ച് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ ഇവർ ചെയ്യുക? അതായത് എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ പറഞ്ഞു RBIയിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതിനെ കരുതൽ ധനം എന്നാണ് പറയുക, ക്യാഷ് റിസർവ് റേഷ്യോ. വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി CRRനെ, ക്യാഷ് റിസർവ് റേഷ്യോനെ ആശ്രയിച്ചിരിക്കുന്നു. പണപ്പെരുപ്പ സമയത്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് CRR വർദ്ധിപ്പിച്ചാൽ വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി കുറയുന്നു. നേരെ മറിച്ച് പണച്ചുരുക്ക സമയത്ത് CRR കുറച്ചാൽ കൂടുതൽ വായ്പ നൽകാൻ കഴിയുന്നു. കരുതൽ ധന അനുപാതത്തിന് പുറമെ വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അതായത് ഇവരുടെ ഒരു നിശ്ചിത ശതമാനം, വാണിജ്യ ബാങ്കുകൾ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലുമെല്ലാം നിക്ഷേപിക്കും. ഇതിനെ പറയുന്ന പേരാണ്, RBIയിൽ നിക്ഷേപിക്കും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? SLR. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ CRR വർദ്ധിപ്പിച്ചാൽ, ഇൻഫ്ലേഷൻ സമയത്ത് വർദ്ധിപ്പിച്ചാൽ വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി കുറയുന്നു. അപ്പോൾ അതാണ് ചെയ്യുക. CRR അവരെന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും ഇൻഫ്ലേഷൻ സമയത്ത്. ഓക്കെ, അടുത്ത സ്റ്റെറിലൈസേഷൻ നടപടികൾ. എന്താണ് സ്റ്റെറിലൈസേഷൻ? സമ്പദ് വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് പുറത്തേക്കുള്ള വിദേശ നാണയം അമിതമായിട്ട് പ്രവഹിക്കുകയാണെങ്കിൽ അത് സമ്പദ് വ്യവസ്ഥയെ വളരെ വേഴ്സ്റ്റായിട്ട് ബാധിക്കും. അപ്പോൾ അതിനെ സുസ്ഥിരമായി നിർത്താൻ വേണ്ടി RBI
കൈക്കൊള്ളുന്ന നടപടികൾ പറയുന്ന പേരാണ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ സ്റ്റെറിലൈസേഷൻ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അത് അതേപോലെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത RBI അതേപോലെ തന്നെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കും. അതേപോലെ തന്നെ ധാർമ്മിക പ്രേരണ. കേന്ദ്ര ബാങ്കിന്റെ വായ്പാ നയം നടപ്പിലാക്കുവാൻ അംഗ ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നതിനാണ് ധാർമ്മിക പ്രേരണ എന്ന് പറയുന്നത്. പണപ്പെരുപ്പ സമയത്ത് വായ്പകളുടെ അളവ് കുറയ്ക്കുവാനും പണച്ചുരുക്ക സമയത്ത് വായ്പകളുടെ അളവ് കൂട്ടുവാനും കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകളെ പ്രേരിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും. അത് അതേപോലെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പണപ്പെരുപ്പ സമയത്ത് വായ്പകളുടെ അളവ് കുറയ്ക്കാൻ പറയും, പണച്ചുരുക്ക സമയത്ത് വായ്പകളുടെ അളവ് എന്ത് ചെയ്യാൻ പറയും? കൂട്ടാൻ പറയും. ഓക്കെ, ഇനി പ്രത്യക്ഷ നടപടി, ഡയറക്റ്റ് ആക്ഷൻ. കേന്ദ്ര ബാങ്കിന്റെ നയങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകൾ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികൾ പറയുന്ന പേരാണ് പ്രത്യക്ഷ നടപടികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിവിടെ പഠിച്ചത്. ബാർട്ടർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്നു. ബാർട്ടർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ആവശ്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാതിരിക്കൽ. പണത്തിന് പ്രധാനപ്പെട്ട 4 ധർമ്മമുണ്ടെന്ന് പറഞ്ഞു: മാധ്യമം, മാപിനി, മാനദണ്ഡം, സഞ്ചയം. പണം ഡിമാൻഡ് ചെയ്യുന്നത് പ്രധാനമായും കൈമാറ്റ പ്രേരകമായും ഊഹക്കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു. പലിശ നിരക്ക് മിനിമം ആയിരിക്കുമ്പോൾ ഊഹക്കച്ചവടത്തിനുള്ള പണത്തിന്റെ ഡിമാൻഡ് അനന്തമായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞു. ഇനി പണ സപ്ലൈയിൽ വിശാലമായിട്ടുള്ള പണം M3ഉം M4ഉം M1ഉം M2ഉം സങ്കുചിത പണമാണെന്നും പറഞ്ഞു. RDRന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, കരുതൽ ധനം ഡിവൈഡഡ് ബൈ മൊത്തം ഡെപ്പോസിറ്റ്. CDRന്റെ ഇക്വേഷൻ പറഞ്ഞു, CU ഡിവൈഡ് ബൈ DD. ഹൈ പവേർഡ് പണം എന്താണെന്ന് പറഞ്ഞു, H = CU + R. അടുത്ത പണഗുണകം എന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ശേഖരവും ഹൈ പവേർഡും തമ്മിലുള്ള അനുപാതമാണ്. M/H ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുക. 1 + CDR ഡിവൈഡ് ബൈ CDR + RDR ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI ആണെന്ന് പറഞ്ഞു. നോട്ട് ഇറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെന്റിന്റെ ബാങ്ക്, വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ആപത്ത് ഘട്ടത്തിലെ സഹായകൻ, വായ്പ നിയന്ത്രകൻ എന്നിവയാണ് കേന്ദ്ര ബാങ്കിന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ലഭ്യത, പലിശ നിരക്ക്, വായ്പാ ലഭ്യത എന്നിവ നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നടപടിയാണ് പണനയം എന്ന് പറയുന്നത്. പണനയം എന്ന് പറയുന്നത് അതാണ് നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു. മോണിറ്ററി പോളിസി. ഗവൺമെന്റ് നടത്തുകയാണെങ്കിൽ അതിന് ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. ഗവൺമെന്റിന് ആകെ 2 കാര്യം നടത്താൻ പറ്റുള്ളൂ. ഒന്ന് ടാക്സിന്റെ കാര്യം, അതേപോലെ തന്നെ വേറൊന്ന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ കാര്യം. ഓക്കെ, അടുത്തത് ബാങ്ക് റേറ്റ്, കരുതൽ ധന അനുപാതം, തുറന്ന വിപണി പ്രവർത്തനം മുതലായവയാണ് പണനയത്തിന്റെ പ്രധാന ഉപകരണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നോക്കുക. ഇനി ഇവിടെ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു M/H കണ്ടുപിടിക്കാൻ, പണഗുണകം കണ്ടുപിടിക്കാൻ 1 + 0.8 ഡിവൈഡ് ബൈ 0.8 + 0.5 1.38 എന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ഒറ്റപ്പദം എഴുതുക. ഇതൊക്കെയാണ് മോഡൽ ചോദ്യങ്ങൾ. സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥ ഏത്? ഇപ്പം നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി പോവുക. ഞാൻ അവസാനം അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു പോവുക. രണ്ടാമത്തെ ചോദ്യം, പണത്തിന്റെ ശേഖരവും ഹൈപ്പവേർഡ് പണത്തിന്റെ ശേഖരവും തമ്മിലുള്ള അനുപാതം എന്താണ്? പണത്തിന്റെ ശേഖരവും ഹൈപ്പവേർഡ് പണത്തിന്റെ ശേഖരവും തമ്മിലുള്ള അനുപാതം. അടുത്ത മിനിമം പലിശ നിരക്കിൽ ഊഹക്കച്ചവടത്തിനുള്ള പണത്തിന്റെ ഡിമാൻഡ് അനന്തമായിരിക്കുന്ന അവസ്ഥയെ പറയുന്ന പേര്. R മിനിമം ആകുമ്പോൾ പണ ഡിമാൻഡ് അനന്തമായി പോകുന്നതിന്റെ അവസ്ഥയുടെ പേര്. അടുത്ത ഒറ്റയാനെ കണ്ടെത്തുക. SBI, കാനറ ബാങ്ക്, RBI, സിൻഡിക്കേറ്റ് ബാങ്ക്. അതേപോലെ തന്നെ ഒറ്റയാനെ കണ്ടെത്തുക. ബാങ്ക് നിരക്ക്, കരുതൽ ധന അനുപാതം, തുറന്ന വിപണി പ്രവർത്തനം, വായ്പാ അനുപാതം. അടുത്ത പലിശ നിരക്ക്, പണലഭ്യത, വായ്പാ ലഭ്യത, നികുതി നിരക്ക്. ഇതിൽ ഒറ്റയാനെ കണ്ടെത്തുക. പലിശ നിരക്ക്, പണലഭ്യത, വായ്പാ ലഭ്യത, നികുതി നിരക്ക്. ഓക്കെ, അടുത്തത് ഇത് ചേരുംപടി ഒന്ന് ചേർത്ത് നോക്കുക. ചേരുംപടി ചേർത്ത് നോക്കുക. അടുത്ത പണത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പണത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ പോയിന്റ് A മുതലുള്ള തിരശ്ചീന ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? അടുത്ത ചോദ്യം, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. M1 = CU + ഡാഷ്, M2 = M1 + ഡാഷ്, M3 = ഡാഷ് + ഡാഷ്, M4 = M3 + ഡാഷ്. ഓക്കെ, അടുത്ത ചോദ്യം, കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ പട്ടികപ്പെടുത്തുക. അടുത്ത CDR 0.6ഉം RDR 0.2 ആയാൽ പണഗുണകം എത്രയാണ്? അടുത്ത പണചോദനത്തിന്റെ പ്രധാന പ്രേരകങ്ങൾ വിശദീകരിക്കുക. ഇതാണ് ചോദ്യങ്ങൾ. ഇതിന്റെ ഉത്തരം എഴുതിയതിനു ശേഷം മാത്രം ബാക്കി ഉള്ള വീഡിയോന്റെ ഭാഗം കാണുക. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്താ പറഞ്ഞ, സാധനങ്ങൾക്ക് പകരം സാധനം അല്ലേ, ബാർട്ടർ സിസ്റ്റം. രണ്ടാമത്തത് പണത്തിന്റെ ശേഖരവും ഹൈപ്പവേർഡ് പണത്തിന്റെ ശേഖരവും തമ്മിലുള്ള അനുപാതം പണഗുണകം. അടുത്ത എന്താ പറഞ്ഞത് നമ്മൾ ചോദ്യം, മിനിമം പലിശ നിരക്കിൽ ഊഹക്കച്ചവടത്തിനുള്ള പണ ഡിമാൻഡ് അനന്തമായി പോകുന്ന അവസ്ഥയെ പറയുന്ന പേര് ലിക്വിഡിറ്റി ട്രാപ്പ്.
അടുത്ത എന്താണ്? ഒറ്റയാനെ കണ്ടുപിടിക്കുക അല്ലേ? ഏതാണ് ഒറ്റയാൻ? RBI. ബാക്കിയുള്ളതെല്ലാം എന്താണ്? വാണിജ്യ ബാങ്കാണ്. ഇത് കേന്ദ്ര ബാങ്കാണ്. ഓക്കെ, അടുത്ത ഒറ്റയാനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ഒറ്റയാൻ വരിക? വായ്പാ അനുപാതം. ബാക്കിയുള്ളവയെല്ലാം പണനയത്തിന്റെ ഭാഗമാണ്, മോണിറ്ററി പോളിസിന്റെ ഭാഗമാണ്. ഓക്കെ, അടുത്തതിൽ ഒറ്റയാനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്താണ്? നികുതി നിരക്ക്. ബാക്കിയുള്ളവയെല്ലാം പണനയത്തിന്റെ ഭാഗമാണ്, മോണിറ്ററി പോളിസിയുടെ ഭാഗമാണ്. അടുത്ത നോക്കുക, ചേരുംപടി ചേർക്കുക. പണചോദനം, കൈമാറ്റ പ്രേരകം, ഊഹക്കച്ചവട പ്രേരകം. ബാങ്ക് നിരക്ക്, കരുതൽ ധനാനുപാതം, തുറന്ന വിപണി പ്രവർത്തനം. പണഗുണകം, പണത്തിന്റെ ശേഖരം, ഹൈപ്പവേർഡ് പണത്തിന്റെ ശേഖരം. സങ്കുചിത പണം M1 M2, വിശാല പണം M3 M4. അടുത്തത് നോക്കുക, പണത്തിന്റെ ധർമ്മങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റ് നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്താൽ മതി. അടുത്ത ഇവിടെ എന്താണ്? എ മുതലുള്ള പോയിന്റ് എന്താണ്? ലിക്വിഡിറ്റി ട്രാപ്പ്. അടുത്ത M1 എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു? M1 സമം CU പ്ലസ് DD. M2 എന്താണ്? M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സേവിങ്സ് ഡെപ്പോസിറ്റ്. M3 എന്താണ്? M1 പ്ലസ് ബാങ്കുകളിലെ അറ്റ കാലാവധി നിക്ഷേപങ്ങൾ. M4 എന്താണ്? M3 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷനിലെ ആകെ ഡെപ്പോസിറ്റുകൾ. അതേപോലെ തന്നെ നമ്മൾ കേന്ദ്ര ബാങ്കിന്റെ ധർമ്മം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഒരുപാടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, പിറകിലോട്ട് വീഡിയോയിലേക്ക് പോയി നോക്കിയാൽ മതി. അടുത്തത് CDR 0.6 RDR 0.2 ആയാൽ പണഗുണകം കണ്ടെത്തുക. എത്രയാണ് വരിക? 0.2. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് സംഭവങ്ങൾ? പദസൂചിക, ബാർട്ടർ സിസ്റ്റം, സാധനങ്ങൾക്ക് പകരം സാധനം, പണത്തിന്റെ സപ്ലൈ, ഒരു നിശ്ചിത സമയത്ത് പൊതുജനങ്ങൾ, വ്യാപാരികൾ, സ്ഥാപനങ്ങൾ മുതലായവ ഇടപാടുകൾ നടത്തുന്നതിനായി കൈവശം വയ്ക്കുന്ന പണത്തിന്റെ മൊത്തം അളവാണ് പണത്തിന്റെ സപ്ലൈ. അടുത്ത കൈമാറ്റ പ്രേരകം. എന്താണ് കൈമാറ്റ പ്രേരകം? ദൈനംദിന ഇടപാടുകൾ നടത്തുന്നതിനായി ജനങ്ങൾ പണം കൈവശം സൂക്ഷിക്കുന്നതാണ് കൈമാറ്റ പ്രേരകം. എന്താണ് ഊഹക്കച്ചവടം? ഭൂമി, സ്വർണം, കടപ്പത്രം, ഷെയറുകൾ, ബോണ്ടുകൾ തുടങ്ങിയ ആസ്തികളുടെ വില ഭാവിയിൽ വർദ്ധിക്കുമെന്ന് കരുതി അവ വാങ്ങുകയും വില ഉയർന്നിരിക്കുമ്പോൾ ഭാവിയിൽ അവയുടെ വില കുറയുമെന്ന പ്രതീക്ഷയിൽ അവ വിൽക്കുകയും ചെയ്യുന്നു. സങ്കുചിത പണം M1 M2. ലിക്വിഡിറ്റി ട്രാപ്പ് 6 മിനിമം ആയിരിക്കുമ്പോൾ, പലിശ നിരക്ക് മിനിമം ആയിരിക്കുമ്പോൾ ഊഹക്കച്ചവടത്തിലുള്ള പണം അനന്തമായി കൈവശം വയ്ക്കുന്നു. പണനയം, പണലഭ്യത, പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ച കേന്ദ്ര ബാങ്കിന്റെ നയമാണ് പണനയം. അടുത്ത RDR, ബാങ്കുകൾ കരുതൽ ധനമായി സൂക്ഷിക്കുന്ന പണവും ബാങ്കുകളുടെ മൊത്തം നിക്ഷേപവും തമ്മിലുള്ള അനുപാതം. CDR, പൊതുജനങ്ങൾ കൈവശം വയ്ക്കുന്ന കറൻസിയുടെ അളവും ബാങ്കുകളിൽ അവരുടെ ഡെപ്പോസിറ്റും, കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. എന്താണ് ഹൈപ്പവേർഡ് മണി? ഒരു രാജ്യത്തെ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിന്റെ മൊത്തം ബാധ്യതയാണ് ഹൈപ്പവേർഡ് മണി, H. അടുത്ത എന്താണ് പണഗുണകം? എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ശേഖരവും M-ഉം ഹൈപ്പവേർഡ് മണിയും തമ്മിലുള്ള അനുപാതം. ആരാണ് ആപത്കാലത്ത് സഹായകൻ? RBI. അടുത്ത എന്താണ് ബാങ്ക് നിരക്ക്? കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ്. എന്താണ് കരുതൽ ധന അനുപാതം? വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളും ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കുന്നു. ഇതിനെയാണ് കരുതൽ ധന അനുപാതം എന്ന് പറയുന്നത്. എന്താണ് തുറന്ന വിപണി നയം? ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ കേന്ദ്ര ബാങ്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് തുറന്ന വിപണി നയം എന്ന് പറയുന്നത്. എന്താണ് SLR? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നു. ഇതാണ് SLR. അടുത്ത എന്താണ് സ്റ്റെറിലൈസേഷൻ? അമിത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിന്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് RBI കൈക്കൊള്ളുന്ന നടപടിയാണ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കി, പദസൂചിക നോക്കി, ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി വൃത്തിയായിട്ട് എഴുതിയെടുക്കുക.